ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പിമ്പിൾ ജേർണിയാണ്. എൻ്റെ ഇങ്ങനിരുന്ന കോലത്തിൽ നിന്ന് ഇങ്ങനിരുന്ന ഇതിലേക്ക് എൻ്റെ ഫേസ് മാറിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഉണ്ടാവും. നിങ്ങളത് ദയവ് ചെയ്ത് ഇഗ്നോർ ചെയ്യുക. ഭയങ്കര ചൂടാണ് ഇവിടെ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. ഇത് കുറേ നാളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചൊരു വീഡിയോ. കാരണം പിമ്പിൾസ് അത് വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു സ്കിന്നാണ് ഓയിലി സ്കിന്ന്. ആ ഓയിലി സ്കിന്നാണ് എൻ്റെ എക്സ്ട്രീം ഓയിലി സ്കിന്നാണ്. ഈ അടുത്ത് വരെ ഞാൻ കുറച്ച് നാളായിട്ട് ഭയങ്കരമായിട്ട് സഫർ ചെയ്തൊരു കാര്യമായിരുന്നു ഈ പിമ്പിൾ സ്കിൻ എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെ മാറി, അതിനെന്തൊക്കെ ചെയ്യണം, കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാവുന്ന നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ സ്കിന്നിന് വിസിബിൾ അല്ലേ? കുറച്ച് ഓപ്പൺ പോസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അത് സ്വാഭാവികം. വലിയ പെർഫെക്റ്റ് സ്കിന്നൊന്നും അല്ല. പക്ഷെ പിമ്പിൾ എങ്ങനെ സെറ്റാക്കി എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഞാൻ കുറച്ച് ആ സമയത്തുണ്ടായിരുന്ന കുറച്ച് ഫോട്ടോസ് ഇവിടെ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം ചേഞ്ച് വന്നു എന്നുള്ളത്. എന്നെ പേഴ്സണലി അറിയാവുന്നവർക്കറിയാം. ഇവിടെ ഫുള്ള് ഇങ്ങനെ ചുവന്നിരിക്കും. ഇപ്പോഴും ഏറെക്കുറെ, എന്നാലും ഇവിടെ ഫുള്ള് ഇങ്ങനെ ചുവന്നിരിക്കും. കുരു വന്നിട്ട് ഇങ്ങനെ ചുവന്നിരിക്കും. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം എൻ്റെ പണ്ട് തൊട്ടേ ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ പിമ്പിൾസ് ഒക്കെ വന്നാലും ഇതൊരുമാതിരി ഒരൊറ്റ വരലായിരുന്നു. ഞാൻ ഇടുക്കിയിലാണ് ഞാൻ കോളേജ് ടൈമിലായിരുന്നു, പക്ഷെ ഇടുക്കിയിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം ആ സമയത്ത് എനിക്ക് ഇതുപോലെ ഒരു ദിവസം പെട്ടെന്ന് ഫുള്ളിങ്ങനെ പിമ്പിൾസ് വന്നിട്ട് അത് മാറുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ എടുത്ത് പറയുന്നൊന്നുമില്ല. അതിൻ്റെ അടുത്തുള്ള ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി അവിടെ സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ പോയി കണ്ടു. അവർ നമുക്ക് മരുന്ന് എഴുതി തരുന്നൊക്കെ പുറത്താണ്. അപ്പം നല്ല അത്യാവശ്യം സ്കിന്നിൻ്റെ അറിയാമല്ലോ, നല്ല അത്യാവശ്യം വിലയുള്ള മരുന്നുകൾ അവർ എഴുതി തരുന്നു. അപ്പോൾ അവർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ്, എനിക്ക് ഓർമ്മയുണ്ട്, പോയിട്ട് ഒരു സ്പോട്ട് കറക്റ്റർ എന്ന് പറഞ്ഞ സംഭവമില്ലേ, ക്രീമാണ്, അത് പിമ്പിൾസ് ഉള്ളിടത്ത് ഇങ്ങനെ കുത്തി പിമ്പിൾസ് ഉള്ളിടത്ത് ഇടണം എന്നാണ് അവർ പറഞ്ഞിരുന്നത്. ഞാനാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്താണ് പറഞ്ഞിരുന്നത്, ഹോസ്റ്റലല്ലേ. ഈ പുള്ളിക്കാരി ഫ്രണ്ട് ഇതുപോലെ ഇട്ടിട്ട് ഞാൻ കണ്ണാടി നോക്കിയപ്പോൾ മറ്റേ ഫുള്ളിങ്ങനെ കുത്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് മരുന്ന് പിടിക്കാണ്ടായിട്ട് മുഖം മൊത്തം ഇങ്ങനെ ചൊറിയാൻ തുടങ്ങി. ചൊറിച്ചിൽ ഭയങ്കരമായി. ഈ മരുന്ന് പണിയായി എന്ന് എനിക്ക് തോന്നിയ ഉടനെ ലീവ് എടുത്ത് ഞാൻ വീട്ടിലേക്ക് വന്നു. പിന്നെ ഇവിടെ അടുത്ത് ഒരു ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ മരുന്ന് തന്നു. ഒരു 1 വീക്കിനുള്ളിൽ എനിക്കത് മാറി. ഒരു 2-3 മരുന്ന് ആ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് എൻ്റെ സ്കിന്ന് ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ചില ഒരു സ്വഭാവമുണ്ട്. എനിക്ക് ഇങ്ങനെ ഈ ഫേസ് വാഷും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി ട്രൈ ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് ഫേസ് വാഷൊക്കെ പുതിയതൊക്കെ ട്രൈ ചെയ്ത് നോക്കി. ഓരോ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും എൻ്റെ ഫേസിന് ഇത് ചേരുന്നില്ല, അല്ലെങ്കിൽ പിമ്പിൾ വരുന്നു എന്നുള്ളത് ഞാൻ ശ്രദ്ധിക്കാറില്ല. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു മേക്കപ്പ് ചെയ്തിട്ട് പോയാലും, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇപ്പം പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ക്രീം ഇടുമല്ലോ, അപ്പോൾ സ്കിൻ എക്സ്ട്രീം ഓയിലി ആയിട്ടിരിക്കുന്നത് നിങ്ങളുടെ സ്കിന്നിനെ ഓയിലി ആക്കുന്ന ഒരു പ്രോഡക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓയിലി സ്കിൻ ആണെങ്കിൽ അതൊന്നുകൂടെ ഓയിലി ആവും. അതെനിക്ക് ആലോചിക്കാനുള്ളൊരു ബുദ്ധിയില്ലായിരുന്നു. അങ്ങനെ ഞാനൊരു സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡോട്ട് ആൻഡ് കീയുടെ ഒരു വിറ്റാമിൻ സി. അതിട്ട് കഴിഞ്ഞാൽ ഭയങ്കര നമുക്ക് മുഖത്തിനൊരു ജീവൻ വന്ന പോലെ, അങ്ങനത്തെ ഡള്ളായിട്ടിരിക്കുന്ന ഫേസിൽ അതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫ്രഷ്നെസ് തോന്നും. ആ ഒരു ഇതുള്ളതുകൊണ്ട് ഞാനത് എപ്പോഴും ഇടുമായിരുന്നു. പക്ഷെ അത് കാരണമാണ് എൻ്റെ സ്കിന്ന് കുറച്ചും കൂടെ ഓയിലി ആവുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പിമ്പിൾസ് ചെറുതായിട്ട് ഇങ്ങനെ വരുമായിരുന്നു, പക്ഷെ അത് ഞാൻ ശ്രദ്ധിക്കത്തില്ലായിരുന്നു. കുറച്ച് നാളായപ്പോഴത്തേക്കും ഗ്രാജുവലി ഇതൊക്കെ കുറഞ്ഞു. പക്ഷെ എന്നാലും ഇവിടെ ഈ ചുവന്നിരിക്കുന്ന സംഭവം എപ്പോഴും ഇവിടേക്ക് ഇങ്ങനെ വരും. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് ഇതേ കണ്ട് ആ ഡോക്ടർ അന്ന് എഴുതി തരുന്ന മരുന്ന് തന്നെ ഒന്നുകൂടെ എഴുതി തന്നു. പിന്നെ എനിക്ക് മനസ്സിലായത് ആ ഒരു ഫേസ് വാഷ് ഒക്കെ എനിക്ക് എഴുതി തന്നായിരുന്നു. അതങ്ങ് കണ്ടിന്യൂസ് അങ്ങനെ ആക്കിയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അന്ന് തൊട്ട് ഞാൻ ആ ഒരു ഫേസ് വാഷും പിന്നെ ഒരു 2 ഓയിൻമെൻറ്റും തന്നിട്ടുണ്ട്. ഞാനിതൊരു ചെറിയ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എത്ര പേര് കാണുമെന്നുള്ളത് ഒരു 1K ഒക്കെ ആയിട്ടുണ്ടായിരുന്നു വ്യൂസ്. പക്ഷെ അതിൽ എത്ര പേര് സ്കിപ്പ് അടിച്ചു, എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല. ഒരു ലോങ് വീഡിയോ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒത്തിരി പേര് ഇതുപോലത്തെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അവർക്കതൊരു യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നി. ഫേസ് വാഷ് തീർന്നിരിക്കുകയാണ്. അതിൻ്റെ ആ ഒരു ട്യൂബ് എൻ്റെ കയ്യിലില്ല. ഒരു ക്രീമുണ്ട്, അതിൻ്റെ 2ൻ്റെ ഞാൻ നേരത്തെ എടുത്ത വീഡിയോസ് ഞാൻ ഇവിടെ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഞാൻ പേരും ഇവിടെ കൊടുക്കാം. ഞാൻ പറയുമ്പോഴത്തേക്കും പേരും ഞാൻ ഇവിടെ കൊടുക്കാം. അത് പറയുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഒരു ഡെർമറ്റോളജിസ്റ്റ് അല്ല.
ഞാൻ ഇത് ആർക്കും സജസ്റ്റ് ചെയ്യത്തില്ല. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണോ അതിനനുസരിച്ച് ഒരു നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി കണ്ട് അവർ സജസ്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ ഉപയോഗിക്കുക. സ്കിൻ ടൈപ്പ് ഏതാണോ അതിന് പറ്റുന്ന പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുക. നിങ്ങളുടെ ഡ്രൈ സ്കിന്നാണോ, ഓയിലി സ്കിന്നാണോ, കോമ്പിനേഷൻ സ്കിന്നാണോ എന്ന് നിങ്ങൾ ആദ്യം സ്വയം ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് വേണം നിങ്ങൾ ഓരോ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ. അതേ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഓയിലി സ്കിന്നാണ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നിന് ഏറ്റവും കൂടുതൽ പറ്റുന്ന സാധനങ്ങൾ ജെൽ ടൈപ്പുള്ള സാധനങ്ങളായിരിക്കും. മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജെൽ ടൈപ്പ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഞാനിപ്പോൾ 1-2 വർഷമായി. ഗുഡ് വൈബ്സിന്റെ ഓറഞ്ച് ജെൽ എന്ന് പറയുന്ന ഒരു ജെല്ലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നോക്കിയിട്ട് ഒരു പാച്ച് ടെസ്റ്റ് ഒക്കെ എടുത്ത് നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ടസിന്റെ ഒരു സൺസ്ക്രീൻ ആണ്. അത് ഞാനിവിടെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ മേടിച്ചൊന്ന് ട്രൈ ചെയ്യുക. ഇതിൻ്റെയൊക്കെ ചെറിയ ട്യൂബ് കിട്ടും, അതൊക്കെ മേടിച്ച് ട്രൈ ചെയ്തിട്ട് വലുതിലോട്ട് പോയാൽ മതി. ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് എന്ന് പറഞ്ഞാൽ ഡെർമ്ഡ്യൂ എന്ന് പറയുന്ന ഒരു ഫേസ് വാഷ് ആണ്. അതൊരു മെഡിക്കേറ്റഡ് ഫേസ് വാഷ് ആണ്. നോൺ കോമഡോജനിക് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തായാലും ഓയിലി സ്കിൻസിന് ഒരു ഓപ്പൺ പോഴ്സിന്റെ ഇഷ്യൂ ഉണ്ടാവും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഈ കാണുന്നതൊക്കെ ഓപ്പൺ പോഴ്സ്. ഇവിടെയൊക്കെ ഓപ്പൺ പോഴ്സ് ഉണ്ട്. അത് നമുക്ക് അത് മിനിമൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഇപ്പൊ ട്രീറ്റ്മെന്റ്സ് ഒക്കെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. എന്നാലും അത് മാറ്റാൻ ഭയങ്കര പാടാണ്. അപ്പൊ നിങ്ങളുടെ ഓപ്പൺ പോഴ്സിൻ്റെ അകത്ത് ഈ പ്രോഡക്റ്റ് ഒക്കെ യൂസ് ചെയ്യുമ്പം ഈ ഓപ്പൺ പോഴ്സ് കയറി ഇരുന്നിട്ട് ഓപ്പൺ പോഴ്സ് അടയുമ്പം ഇത് പ്രോപ്പറായിട്ട് എന്താ പറയുക, അത് ഫേസ് വാഷ് ചെയ്യാതെ ഇതെല്ലാം കൂടെ സ്റ്റക്കായിട്ടിരുന്ന് നമുക്ക് പിന്നെ പിമ്പിൾസ് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതിനാണ് നോൺ കോമഡോജനിക് ആയിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യുക. നിങ്ങൾ മേടിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. അതാണ് നമ്മൾ പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു ഫേസ് വാഷ് അടിപൊളി ഫേസ് വാഷാണ്. ഞാൻ രാവിലെയും വൈകിട്ടും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ എവിടെയെങ്കിലും പുറത്തൊക്കെ പോയിട്ട് വന്നാലും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ സെക്കൻഡ് വൺ വന്നിട്ട് ഒരു ജെല്ലാണ്, ക്ലിയർ ജെൽ 2 കിട്ടും. അതിനകത്ത് ഈ നിക്കോ എന്ന് പറയുന്ന നോക്കിയെടുക്കണം. ഇതിനൊരു 170-200 ഇതിന്റെ റേറ്റ് നിൽക്കുന്നത്. ഇത് ക്വാണ്ടിറ്റി ഭയങ്കര കുറവാണ്. ഇത് 20 gram പ്രൊഡക്റ്റ് ആണുള്ളത് ഇതിൻ്റെ അകത്ത്. ഇത് അടിപൊളിയാണ്. ഇത് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിമ്പിൾസ് വരുമ്പം അതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കും. അതാ ചെയ്യാറ്. ചിലപ്പോൾ ഞാൻ ഇത് ഫുൾ അപ്ലൈ ചെയ്യാറുണ്ട്. കാരണം മുഖത്ത് ഫുള്ള് പിമ്പിൾസ് ആയിരുന്നില്ല. നിങ്ങൾക്ക് ഇത്രയൊന്നും അല്ല, തീർന്ന ഒത്തിരി ട്യൂബ് എൻ്റെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇപ്പൊ കാണുന്നില്ല ഇവിടെ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയാസിനമൈഡിന്റെ ക്രീമുണ്ട്. പക്ഷെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ല, നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യത്തില്ല. കാരണം അത് അത്യാവശ്യം ഇങ്ങനെ ബേണിങ് സെൻസേഷൻ ഉള്ള സാധനമാണ്. നമുക്കിങ്ങനെ ഈ സ്കിന്നൊക്കെ പീലായി വരികയൊക്കെ ചെയ്യും. അപ്പോൾ അത് സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ആ ഒരു ക്രീം യൂസ് ചെയ്യുക. ഈ 3 സാധനങ്ങൾ മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ഒരു സ്കിൻ കെയർ നിങ്ങൾ ഫോളോ ചെയ്യുക. ഒരു ഫേസ് വാഷ്, ഒരു മോയ്സ്ചറൈസർ, ഒരു സൺസ്ക്രീൻ, 3 മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. ടോണർ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാതിരിക്കാം, അതും നല്ലതാണ്. ഒരു സ്കിൻ കെയറും പിന്നെ ഇങ്ങനെ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഒരു കെയർ കഴിഞ്ഞിട്ട് ഫേസിലെ പിമ്പിൾസ് എല്ലാം മാറിക്കഴിഞ്ഞിട്ട് സ്കിൻ കെയറോടെ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം നിങ്ങൾ ആരെങ്കിലും ഈ ഇഷ്യൂസ് കൊണ്ട് ബുദ്ധിമുട്ടുവാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും. പിന്നെ നല്ലൊരു ഡോക്ടറെ കാണുക. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഷുഗർ കട്ട് ചെയ്ത് നോക്കുക. ഷുഗർ കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ സ്കിന്നിലെ പകുതി പ്രശ്നങ്ങളും മാറും. കുറച്ച് പാടാണ്, പക്ഷെ ട്രൈ ചെയ്ത് നോക്കുക. ഷുഗർ, ഓയിൽ അതൊക്കെ മാക്സിമം പുറത്തുനിന്ന് ഫുഡ് കഴിക്കാതിരിക്കുക. വെള്ളം കുടിക്കുക. ഞാൻ എപ്പോഴും എനിക്ക് കുറച്ച് മടിയാണ്, അതുകൊണ്ട് ഞാൻ എപ്പോഴും വെള്ളം കുടിക്കാറുണ്ടല്ലോ. അതിന് മാക്സിമം ശ്രദ്ധിക്കാറുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം നല്ല ചേഞ്ച് ഉണ്ടാവും. നിങ്ങൾക്ക് ഞാൻ കുറച്ച് ഫോട്ടോസ് ഇവിടെ കാണിച്ചു തന്നിട്ടില്ലേ, അതിൽ നിന്ന് എനിക്ക് ഇത്രയും ചേഞ്ച് വരാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. എല്ലാവരും വീഡിയോ കാണുമ്പോൾ പക്ഷേ ലൈക്ക് ഒന്നും വരാറില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നിടം വരെ ടാറ്റാ.